പള്ളി ദേശീയ സ്മാരകമാണെന്ന് പറയും, പള്ളി പൊളിച്ചാൽ വഖഫല്ല എന്ന് പറയും. ദീനിനെ അങ്ങനെ പൊളിച്ചെടുക്കും. കാരണം സ്ഥാനം മുന്നിൽ കാണുകയാണ്. ധനത്തോടുള്ള ആർത്തി മനസ്സിൽ കുമിഞ്ഞുകൂടി നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ദീനിനെ വലിച്ചെറിയാൻ ഒരു മടിയും ഉണ്ടാവില്ല. ഒരു സ്ഥാനാർത്ഥിക്കും ദീനില്ല, ഒരു ധനാർത്ഥിക്കും ദീനില്ല. എപ്പോഴേ അവൻ്റെ ദീൻ പൊളിഞ്ഞു കഴിഞ്ഞു, എപ്പോഴേ അവൻ്റെ പരിശുദ്ധ ഇസ്ലാം അവൻ വലിച്ചെറിഞ്ഞു കഴിഞ്ഞു. ഈ കാറ്റ് സൂക്ഷിച്ചോ, സൽസലത്തൻ ഭൂകമ്പം സൂക്ഷിച്ചോ, ഹസുവൻ ഭൂമി വിണ്ടുകീറി മലയിടിച്ചിലുകൾ മണ്ണിടിച്ചിലുകൾ ഉണ്ടാകുന്നത് സൂക്ഷിച്ചോ. മസ്ഖ ആള് തന്നെ കോലം മാറിപ്പോകുന്ന നാളുകൾ ആഗതമാകുന്നതിനെ ഭയന്നോ. ഇന്നിപ്പോൾ നമുക്ക് എല്ലായിടത്തും ശത്രുവാണ്. നമ്മൾ ആരോടും ഒന്നും ചെയ്തില്ല, എന്നിട്ട് നമ്മുടെ പുറകെ. അത് നമ്മളായതുകൊണ്ടാണ്, മുസ്ലിങ്ങളായതുകൊണ്ടാണ് പലരും വിചാരിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം അല്ലാതാകാൻ ഇനിയിപ്പോൾ നോക്കാം, അത് തന്നെ വഴി. നമ്മൾ നല്ലൊരു അള്ളാടെ ആളുകളും ആയതുകൊണ്ടായി പീഡനം മുഴുവൻ അനുഭവിക്കുന്നത്. ലോകത്ത് പീഡനം, രാജ്യത്ത് പീഡനം, എല്ലായിടത്തും പീഡനം, സർവത്ര പീഡനം. ഒരു തെറ്റും നീ ചെയ്തിട്ടില്ല. നിന്റെ വീക്ഷണത്തിൽ നീ ആരെയും കൊള്ളയടിച്ചില്ല, നീ ആരെയും കൊന്നില്ല, നീ ആരെയും വെറുപ്പ് പ്രചരിപ്പിച്ചില്ല, നീ സമുദായങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കിയില്ല. എന്നിട്ടും നിന്റെ ശത്രു എന്തുകൊണ്ടായി? ഇതെല്ലാം ചെയ്യുന്ന ആളുകൾ നിനക്കെതിരെ തിരിയുന്നു. നീ ചെയ്തതൊന്നും അങ്ങനല്ല. നീ കയ്യിലുള്ള മുഴുവൻ കൊടുക്കുക ചെയ്തത്, അല്ലേ? നീ ആരെയും, കുറഞ്ഞ പക്ഷം നീ ആർക്കും കൊടുത്തില്ലെങ്കിലും ശരി, നീ ആരെയും ഉപദ്രവിച്ചില്ല. ഈ സമുദായം ആരെങ്കിലും ഉപദ്രവിച്ചോ? ഇന്ത്യയിൽ ഉപദ്രവിച്ചോ? ലോകത്ത് ഉപദ്രവിച്ചോ? കേരളത്തിൽ ഉപദ്രവിച്ചോ? എല്ലാവരും എന്താ എതിരായത്? പരിശുദ്ധ ഖുർആൻ ഷരീഫിൻ്റെ സൂറത്തുൽ ഫജ്റിൻ്റെ വിശദീകരണങ്ങളായിരുന്നു നാം കഴിഞ്ഞ ആഴ്ചകളിൽ കേട്ടുവന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് സ്ഥിതിഗതികളിൽ സൃഷ്ടിക്കുന്ന അത്ഭുതകരമായ മാറ്റത്തിൻ്റെ, വ്യതിയാനത്തിൻ്റെ അടയാളങ്ങളായി പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ പിടിച്ച് സത്യം ചെയ്ത് ആ സത്യത്തിന് അല്ലെങ്കിൽ ഈ വസ്തുതയ്ക്ക് ആധാരമായി നിലകൊള്ളുന്ന ചരിത്രത്തിൻ്റെ കൈവഴികളെ, ചരിത്രത്തിൻ്റെ ഉദാഹരണങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മളോട് അല്ലാഹു പറഞ്ഞത്, ഇന്ന് നമുക്കുണ്ട് എന്ന് നാം കരുതുന്നതും ഇന്ന് നമ്മിൽ ജ്വലിച്ചു നിൽക്കുന്നതുമായ നമ്മുടെ ഈ ഉയർച്ചയും വളർച്ചയും ഈ ഉത്ഥാനവുമൊന്നും സ്ഥായിയല്ല. ഏതൊരു ഉത്ഥാനവും നാളെ പതനത്തിന് വഴിമാറാനുള്ളതാണ്. ഏതൊരു സുഖവും സന്തോഷവും സന്താപത്തിന്, ദുഃഖത്തിന് വഴിമാറാനുള്ളതാണ്. ദുഃഖങ്ങൾ സുഖത്തിനും വഴിമാറാനുള്ളതാണ്. അങ്ങനെ ഓരോന്നും വ്യത്യസ്തതകളിലേക്ക്. അതിനാണല്ലോ അല്ലാഹു പ്രഭാതത്തെ, പ്രദോഷത്തെ, രാവിനെ, പകലിനെ, ഒറ്റയെ, ഇരട്ടയെ, 10 രാവുകളെ ഒക്കെ അല്ലാഹു നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചത്. അത് നാം പലവട്ടം പറഞ്ഞു കഴിഞ്ഞതാണ്. ഇതിലൂടെ ഈ ഉദാഹരണങ്ങളെ മുമ്പിൽ വച്ച് നാം ഈ വലിയ യാഥാർത്ഥ്യത്തെ ഓർത്തുകൊണ്ട് വേണം അല്ലാഹു ഇനി പറയുന്ന കാര്യങ്ങളിലേക്ക് നാം കടന്നു ചെല്ലാൻ എന്നതുകൊണ്ടാണ് വീണ്ടും ഇവിടെ ആവർത്തിക്കപ്പെടുന്നത്. അല്ലാഹു എന്നിട്ട് പറയുകയുണ്ടായി, നിങ്ങൾക്ക് സമ്പത്ത് നൽകി, സമ്പന്നത നൽകി, സുഭിക്ഷത നൽകി, അതുപോലെ തന്നെ വിഭവങ്ങളുടെ സമൃദ്ധി നൽകി നിങ്ങളെ അല്ലാഹു പരീക്ഷിക്കുന്ന പരീക്ഷണവും സ്ഥായിയല്ല. അതും ദാരിദ്ര്യത്തിന്, ഇല്ലായ്മയ്ക്ക്, വല്ലായ്മയ്ക്ക്, ദുർഭിക്ഷതയ്ക്ക്, ദാരിദ്ര്യത്തിന് വഴിമാറാനുള്ളതാണ്. സുഭിക്ഷതയുടെ അവസ്ഥ അല്ലാഹുവിൻ്റെ ആദരവിൻ്റെ അടയാളമല്ല. ദാരിദ്ര്യത്തിൻ്റെയോ ദുർഭിക്ഷതയുടെ അവസ്ഥ അല്ലാഹുവിൻ്റെ നിന്നോടുള്ള അനാദരവിൻ്റെയും അടയാളമല്ല. രണ്ടും അല്ലാഹുവിൻ്റെ പരീക്ഷണം മാത്രം. ഇതാണ് അല്ലാഹു സൂചിപ്പിച്ചത്. ഒടുവിൽ അല്ലാഹു നമ്മോട് പറഞ്ഞത്, നിങ്ങൾ ഇല്ലായ്മകളിലേക്ക് കൂപ്പുകുത്തുമ്പോൾ എന്നെ അല്ലാഹു കൈവിട്ടല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ വിലപിക്കുകയാണ്, നിങ്ങൾ തലയിൽ കൈവച്ച് അലറുകയാണ്. അല്ലാഹു അവർക്ക് തിരുത്തു പറയുകയാണ്, കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം. ഇല്ല, നിങ്ങളുടെ ധാരണ തികച്ചും തെറ്റാണ്. വിഭവങ്ങൾ അല്പം കുറഞ്ഞപ്പോൾ പടച്ച തമ്പുരാൻ കൈവിട്ടതൊന്നുമല്ല. പക്ഷേ വിഭവ നഷ്ടത്തിലേക്ക് നിങ്ങൾ ഇന്നോ കൂപ്പുകുത്തിയിട്ടുണ്ടെങ്കിൽ, താങ്ങാനാവാത്ത വിധത്തിലേക്ക് നിങ്ങൾ ഒരുപക്ഷെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൂടി കാരണമാണ്. ബല്ലാ തുക്രിമൂനൽ യതീം. അനാഥകളെ ആദരിക്കണമായിരുന്നു.
കൈവശം ധാരാളം വന്നു നിറഞ്ഞപ്പോൾ, വന്നു ചേർന്നപ്പോൾ കൈ നിറയെ, ഖജനാവ് നിറയെ സമ്പത്ത് കുമിഞ്ഞുകൂടിയപ്പോൾ തന്നെക്കുറിച്ച്, തൻ്റെ ഭാര്യയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, തൻ്റെ അടുപ്പക്കാരെക്കുറിച്ച്, തൻ്റെ കെട്ടിയോളെയും കുട്ടിയോളെയും കുറിച്ചെന്ന് പറയാറുണ്ട്. മാത്രമേ നിങ്ങൾക്ക് ചിന്തിക്കാനായുള്ളൂ. കയ്യിൽ കിട്ടിയ വിഭവങ്ങൾ വീതം വെക്കാനുള്ളതാണെന്നുള്ള അള്ളാഹുവിൻ്റെ താല്പര്യത്തെ നിങ്ങൾ പരിഗണിച്ചില്ല. മനുഷ്യരെ വ്യത്യസ്തരായി സൃഷ്ടിച്ച് വൈരുദ്ധ്യങ്ങളിലൂടെ മനുഷ്യരെ ജീവിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ വളരെ കൃത്യമായ ആസൂത്രണത്തിൻ്റെ ഭാഗമാണ്, പദ്ധതിയുടെ ഭാഗമാണ്. എല്ലാവരെയും ഒന്നാക്കാൻ അറിയാഞ്ഞിട്ടല്ല, ഒന്ന് പോലെയാക്കാൻ അറിയാഞ്ഞിട്ടല്ല. ഒന്ന് പോലെയാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ വല്ലാതെ വിലപിക്കുമായിരുന്നു. ലിതകൂന ബഅ്ളുഹും ലിബഅ്ളിൻ സുഖരിയ. ചിലർക്ക് ചില കാര്യങ്ങൾക്ക് വഴങ്ങണമെങ്കിൽ, വിധേയരാകണമെങ്കിൽ വ്യത്യസ്തതകൾ വേണം ഇവിടെ. അങ്ങനെയാണ് അള്ളാഹു അത് തന്നത്. പക്ഷെ നിങ്ങളുടെ ഈ സമ്പന്നതയുടെ, സുഭിക്ഷതയുടെ തിളക്കത്തിൽ, നിറവിൽ നിങ്ങളതൊക്കെ വിസ്മരിക്കുകയാണ്. ബല്ലാ തുക്രിമൂനൽ യതീം. അനാഥകൾ പരിഗണിക്കപ്പെടണം. അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അതുപയോഗിച്ച് അനാഥകൾ പരിഗണിക്കപ്പെടണം. ഇന്നലെ എന്നോടൊരു സുഹൃത്ത്, ഒരു സഹോദരിയാണ് പറഞ്ഞത്, യതീം കുട്ടിക്ക് വേണ്ടി കൊടുക്കാനെന്ന് പറഞ്ഞ് മകൾ മാറ്റിവെച്ച ഒരു തുകയുണ്ട്. എൻ്റെ കുടുംബത്തിലെ യതീമായ ഒരു കുട്ടി, അവൾ കല്യാണം കഴിച്ചു, വലിയ സുഭിക്ഷത സന്തോഷത്തിലൊന്നും അല്ല, അവൾക്കത് കൊടുത്താൽ മതിയോ ഉസ്താദേ? ഞാൻ അവരോട് പറഞ്ഞു, പോരാ. കാരണം ആ കുട്ടി ലാ യുത്മ ബഅദൽ ഹുലും എന്ന ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രായപൂർത്തിയായാൽ പിന്നെ യുത്തുമില്ല, അനാഥത്വം നിലനിൽക്കുന്നില്ല എന്ന്. സ്ത്രീക്ക് ആർത്തവമുണ്ടായാൽ, പുരുഷൻ ഇഹ്തിലാം സംഭവിച്ചാൽ, പ്രായം തികയുന്നതോടുകൂടി പിന്നെ യതീമെന്ന പ്രത്യേക പരിഗണനയ്ക്ക് അവൻ അർഹനല്ല. യതീം പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ അവന് കുറേ പണം കൊടുക്കുക എന്നുമല്ല. ആവശ്യം പണമാണെങ്കിൽ അത് കൊടുക്കണം. പക്ഷേ അള്ളാഹു യതീമിൻ്റെ കാര്യം പറയുമ്പോൾ പറയുന്നത് പലപ്പോഴും വലാ യഹുല്ലു അലാ തആമിൽ, എന്താ പറയുന്നത്? അള്ളാഹു പറയുന്നത് ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം. അവൻ യതീമിനെ തള്ളിക്കളഞ്ഞവനാണ്, യതീമിനെ പരിഗണിക്കാതിരുന്നവനാണ്. യതീമിന് വേണ്ടത് പരിഗണനയാണ്. യുത്തുമിൽ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ പിതാവിൽ നിന്ന് കിട്ടേണ്ട ലാളനകളാണ്, പരിലാളനകളാണ്, പരിഗണനകളാണ്. ഒരു യതീം എപ്പോഴും ആഗ്രഹിക്കുന്നത് അതാണ്. അതവന് ചെറുപ്പത്തിൽ ഒരു പിതാവ് നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന ഏറ്റുവാങ്ങുന്ന ആ സമയങ്ങളിൽ അവന് കൊടുക്കണം. പണം കൊടുക്കുക എന്ന് പറയുന്നത് ഫക്കീറിന് കൊടുക്കണം, മിസ്കീന് കൊടുക്കണം. അവന് അവൻ്റെ ഭക്ഷണ പ്രശ്നം പ്രത്യേകം പരിഗണിക്കണം. ഇവിടെയൊക്കെ അഗതിയുടെ, മിസ്കീൻ്റെ ഭക്ഷണം പറയുമ്പോൾ യതീമിൻ്റെ കാര്യം ഭക്ഷണമായിട്ടല്ല അല്ല പറയുന്നത്, അവനെ നീ അവഗണിച്ചല്ലോ. വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ. ഇവിടെ അള്ളാഹു പറഞ്ഞതെന്താ? കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം. അല്ല, നിങ്ങൾ അനാഥയെ ബഹുമാനിക്കാൻ കൂട്ടാക്കിയില്ലല്ലോ എന്നാണ്. അനാഥയ്ക്ക് റെസ്പെക്റ്റാണ് വേണ്ടത്. അനാഥയ്ക്ക് സമൂഹത്തിൻ്റെ ആദരവാണ് വേണ്ടത്. അനാഥ തള്ളിക്കളയപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് വേണ്ടത്. അവന് പരിഗണനയാണ് വേണ്ടത്, പരിലാളനയാണ് വേണ്ടത്. അതുകൊണ്ട് യതീമിന് എന്തെങ്കിലും കൊടുക്കാം എന്ന് പറഞ്ഞാൽ അത് പ്രായം തികയുന്നതിന് മുമ്പ് തന്നെ ആകണമെന്ന് ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു. 1,00,000-ഓളം രൂപ അവരുടെ കൈവശമുണ്ട്. എൻ്റെ കുടുംബത്തിലാണ് ഈ കുട്ടിയുള്ളത്, അതുകൊണ്ട് അവൾക്ക് കൊടുക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ ഇഷ്ടമതായിട്ട് കാര്യമില്ല, അള്ളാഹു പറഞ്ഞതുപോലെ കൊടുക്കണമല്ലോ. സഹോദരങ്ങളെ, യതീമുകളെ പരിഗണിക്കുന്നുണ്ടോ? ഇത് പടച്ചവൻ്റെ മുമ്പിൽ ഒരു വലിയ പ്രശ്നമാണ്. അള്ളാഹുവിൻ്റെ ചാർജ് ഷീറ്റിലെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ്. കയ്യിൽ കിട്ടിയ കാശും കയ്യിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് യതീമിനെ അവഗണിച്ചുവോ? അപ്പോൾ യതീമിനെ നിങ്ങൾ അവഗണിച്ചല്ലോ എന്നൊരിടത്ത്, വല്ലാ തുക്രിമൂനൽ യതീം, യതീമിനെ നിങ്ങൾ ആദരിക്കുന്നില്ലല്ലോ എന്ന് മറ്റ് പലയിടത്തും. യതീമിൻ്റെ കാര്യം പറയുമ്പോൾ പൈസ കൊടുക്കൽ മാത്രമല്ല പറയുന്നത്. യതീം ഒരു ദുർബല ഫക്കീറാണെങ്കിൽ, യതീം മിസ്കീനാണെങ്കിൽ അവൻ അന്നം കൊടുക്കേണ്ട ബാധ്യതയുണ്ട്, അവന് പണവും കൊടുക്കണം. പക്ഷെ പണം കൊടുക്കുന്നതിനപ്പുറത്ത് യതീമിന് കൊടുക്കേണ്ട വേറെ ചിലതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ വന്നിട്ട് ഷക്കാ ഖസ്വത ഖൽബി,
ഒരാൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്നിട്ട് നബിയെ മനസ്സിന് കടുപ്പം, മനസ്സ് ക്രൂരമായി പോകുന്നു എന്ന് സങ്കടപ്പെട്ടു. നോക്കണേ, ഈമാനുള്ള മനുഷ്യരുടെ അവസ്ഥ, മാനസികാവസ്ഥ, എൻ്റെ മനസ്സ് കടുത്തു പോകുന്നു നബിയെ എന്ന്. ഇന്ന് കൊള്ളക്കാരനും കള്ളനും കൊലപാതകിയും പിടിച്ചുപറിക്കാരനും ഒരിക്കലും സമ്മതിക്കില്ല എൻ്റെ മനസ്സ് കടുത്തതാണെന്ന്. ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. തൻ്റെ മനസ്സ് കടുത്തു പോയിരിക്കുന്നു, പൊയ്ക്കൊണ്ടിരിക്കുന്നു. സുമ്മ കസത്ത് ഖുലൂബുക്കും ബഅദ ദാലിക ഫഹിയ കൽ ഹിദാറത്തി, കല്ലുപോലെ, ഔ അഷദ്ദു ഖസ്വ, അതിനേക്കാൾ മനുഷ്യൻ്റെ മനസ്സുകൾ കടുത്തു പോകുന്നു എന്ന തിരിച്ചറിവ് പോലും നഷ്ടപ്പെടുകയാണ് മനുഷ്യന്. കടുത്ത് കരിമ്പാറയേക്കാൾ കടുത്താലും തൻ്റെ മനസ്സ് കടുത്തതല്ല, എന്നോളം ആർദ്രതയുള്ള ആരുമില്ലെന്ന് പറയുന്നവരാണ് നമ്മൾ ഇന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ഈ സഹാബി പറഞ്ഞത്, ഖസ്വത്ത ഖൽബി, എൻ്റെ മനസ്സിന് കടുപ്പം നബിയെ, പരിഹാരം തരും. മനസ്സിന് കടുപ്പമെന്ന് പറഞ്ഞാൽ എന്ത് മരുന്നാണ് കൊടുക്കാൻ കയ്യിലുള്ള? ഡോക്ടറുടെ കയ്യിൽ വല്ലതും ഉണ്ടോ? മനഃശാസ്ത്രത്തിൻ്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? സൈക്യാട്രിസ്റ്റിൻ്റെ കയ്യിലുണ്ടോ? സൈക്കോളജിസ്റ്റിൻ്റെ കയ്യിലുണ്ടോ? പക്ഷെ മരുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ മരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കയ്യിൽ മരുന്നുണ്ട്. ഇംസഹ് റഅസൽ യതീം, അനാഥൻ്റെ ശിരസ് തലോടുക മുഹമ്മദ് മുസ്തഫ. വഅത്ഇമുൽ മിസ്കീൻ, അനാഥയ്ക്ക് അന്നം കൊടുക്കുമോനെ. ഇത് രണ്ടും ചെയ്യുമ്പോൾ നിൻ്റെ മനസ്സ് ആർദ്രമാകുന്നത് കാണാം. ആർദ്രത ഒരു മനുഷ്യൻ്റെ മനസ്സിൽ പോയാൽ അവൻ്റെ എല്ലാം പോയി. ലാ യുൻസഉ റഹ്മത്തു ഇല്ലാ മിൻ ഷഖി, ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് കരുണ ചോർന്നു പോകുന്നെങ്കിൽ അവൻ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യദോഷിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഭാഗ്യം കെട്ടവനായി എന്ന് തീർച്ചയാകുമ്പോഴാണ് കരുണ നഷ്ടപ്പെട്ടു പോകുന്നത് അവന്. ഇന്ന് ക്രൂരന്മാരെ കാണുക, അവർ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യദോഷികളാണ്. തിന്മയല്ലാതൊന്ന് ചിന്തിക്കാൻ അവർക്കാവില്ല, തിന്മയല്ലാതൊന്ന് വർത്തമാനം പറയാനാവില്ല. അറിഞ്ഞു വെച്ചുകൊണ്ട് നുണകൾ പറയുകയാ, പ്രചരിപ്പിക്കുകയാ. അവരുടെ ജീവിതം മുഴുവൻ തിന്മയ്ക്ക് വേണ്ടി ഉഴിഞ്ഞിടപ്പെട്ടതുപോലെ സമുദായങ്ങൾക്കെതിരിൽ, സമൂഹങ്ങൾക്കെതിരിൽ, വ്യക്തികൾക്കെതിരിൽ അറിഞ്ഞു വെച്ചുകൊണ്ട് നുണ പറയുക, അധികാരമുള്ളവർ പറയുക, ഉന്നതന്മാർ പറയുക. ഇതൊക്കെ ഗുരുത്വം കെട്ടുപോയതിൻ്റെ അടയാളമാണ്. ഭാഗ്യം കെട്ടവൻ ഒരു മനുഷ്യ ജീവിതത്തെ മനുഷ്യനായി ജീവിക്കാൻ പോലും ഭാഗ്യമില്ലാതെ പോയവരാണ്. അതുകൊണ്ട് കാരുണ്യം വേണം സഹോദരങ്ങളെ. അള്ളാഹു നിഅമത്ത് തന്നാൽ ആ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിഅമത്ത് കരുണ ചെയ്യണം. വല്ലാ തുക്രിമൂനൽ യതീം, നിങ്ങൾ അനാഥയെ പരിഗണിച്ചുവോ? ഓരോരുത്തരോടുമാണ് ഈ ചോദ്യം. വലാ തഹാദൂന അലാ തആമിൽ മിസ്കീൻ, അഗതിക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിച്ചുവോ? ഞാനത് പലവട്ടം വിശദീകരിച്ചതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വതഅകുലൂന തുറാസ അക്ലൽ ലമ്മ, നിങ്ങൾ അനന്തര സ്വത്തിനെ നിങ്ങൾ യാതൊരു ലോഭവുമില്ലാതെ, ഒരു മടിയും കൂസലുമില്ലാതെ വാരിക്കൂട്ടി തിന്നുകയാണല്ലോ. അള്ളാഹു അനന്തരാവകാശികൾക്ക് മൊത്തത്തിലായി മാറ്റിവെച്ച, നീക്കിവെച്ച, വിഹിതം നിർണയിച്ച സ്വത്തിനെ അവരുടെ അവകാശം മാനിക്കാതെ വാരിക്കൂട്ടി തിന്നുന്നല്ലോ നിങ്ങൾ അനന്തര സ്വത്ത്. തിന്നുന്നുണ്ടോ? പടച്ചവന് നമ്മളെ ഇല്ലാതാക്കാൻ, നമ്മളെ മാനം കെടുത്താൻ കയ്യിൽ തന്നത് പിടിച്ചെടുത്തിട്ട് എൻ്റെ അള്ളാഹ് എന്നെ കൈവിട്ടല്ലോ എന്ന് നിലവിളിക്കുന്ന പരുവത്തിലാക്കാനുള്ള അള്ളാഹു വയ്ക്കുന്ന കാരണങ്ങൾ ഇതൊക്കെയാണ്. യതീം, മിസ്കീൻ, അനന്തരാവകാശികളുടെ സ്വത്തും തിന്നുന്നവൻ. ഈ മൂന്നാമത്തെ കാര്യം. പലപ്പോഴും അനന്തരാവകാശികൾ പ്രായപൂർത്തിയാകാത്തവരായാൽ, കഴിഞ്ഞ ആഴ്ച അത് പറഞ്ഞു, അത് സ്ത്രീകളായാൽ ആണുങ്ങൾ അവൻ്റെ പുരുഷ മേധാവിത്വം അവിടെ പ്രയോഗിച്ച് പെണ്ണിന് കൊടുക്കാതെ, പെങ്ങൾക്ക് കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവൻ്റെ ധനമുണ്ടല്ലോ, അതുപോലെ തന്നെ അനാഥയ്ക്ക് കൊടുക്കാത്തത്, അനന്തരാവകാശികളായ അനാഥകൾക്ക്, സ്ത്രീകൾക്ക്, പ്രായപൂർത്തിയാകാത്തവർക്ക് കൊടുക്കാതെ വയ്ക്കുന്ന സ്വത്തുണ്ടല്ലോ, ആ സ്വത്ത് നിങ്ങളുടെ ധനത്തിൽ ലമ്മ, ഹലാലും ഹറാമും കൂടിക്കലർന്ന് നിങ്ങളത് ഭുജിച്ചപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ നിനക്കുണ്ടായിരുന്നിടത്ത് നിന്ന് അള്ളാഹു പിടിച്ചെടുത്തിട്ട് നിന്നെ ഈ പരിവട്ടത്തിലാക്കാൻ കാരണമെന്ന് നീ അറിയുന്നില്ല. ഹറാമ് കലർന്നു പോയല്ലോ നിന്റെ ധനം, നിന്റെ ധനത്തിലെ ബർക്കത്ത് പോയല്ലോ. അങ്ങനെ പിടിച്ചെടുത്ത ധനം കൈവശം വെച്ചിട്ട് രക്ഷപ്പെട്ടവരാരുണ്ടിവിടെ? അനുഭവസ്ഥരോട് ചോദിക്ക്. അതാണ് പ്രശ്നം. അതുകൊണ്ട് നിനക്ക് ധനം തന്നപ്പോൾ നീ അത് അവകാശികൾക്ക് കൊടുക്കാതെ 1, 2, 3 കാര്യങ്ങളല്ല പറയുകയാണ്. യതീം, മിസ്കീൻ, അനന്തരാവകാശികളുടെ തുറാസ്, ഈ കാര്യങ്ങൾ നീ ശരിയായി ചെയ്തില്ല. അതാണ് കാര്യം. അങ്ങനെ ചെയ്താൽ പിന്നെ നിനക്ക് അത്തരം ധനത്തിൻ്റെ പ്രത്യേകത എന്താ?
ഹറാം കലർന്ന അഗതിക്ക് അവകാശപ്പെട്ടത് കൊടുക്കാത്ത, അനാഥയ്ക്ക് കൊടുക്കാത്ത, അവകാശിക്ക് കൊടുക്കാത്ത ധനം കൈവശം വന്നാൽ പിന്നെ ആ ധനം കൊണ്ട് ഒരു ഖൈറും അവനിൽ നിന്നുണ്ടാകൂല. പണം ഈ സമുദായത്തിന് ഇല്ലാത്തതിൻ്റെ കുഴപ്പമൊന്നുമില്ല. ഒരുപാട് പണമാണ് ഇന്ന്, കുമിഞ്ഞുകൂടുന്ന പണമാണ്. കല്യാണം കണ്ടാലറിയാം, കാറ് കണ്ടാലറിയാം, കച്ചവടം കണ്ടാലറിയാം, ഒരുപാട് പണമാണ്. പക്ഷെ ഖൈറിന് ചെലവാക്കാൻ ഒരുത്തൻ്റെയും കയ്യിൽ ഒന്നുമില്ല. ഇതവൻ്റെ മിടുക്കല്ല. അള്ളാഹു അവനെ ഭാഗ്യദോഷിയായി എഴുതി കഴിഞ്ഞു. അവൻ്റെ കൊടും ക്രൂരതകളാൽ, അവകാശികൾക്ക് നൽകപ്പെടാത്ത കാരണത്താൽ അതിനെ അള്ളാഹു താല പിന്നെ അവനോട് പറയുകയാണ്, നിനക്കിനി ചെലവാക്കാൻ കൊള്ളാവുന്നത് ഇദാലം യുബാറക്കിൽ അബ്ദി ഫീ മാലി, ഒരാളുടെ ധനത്തിൽ ഹറാമ് കലർന്നിട്ട് അതിൽ അള്ളാഹു ബർക്കത്ത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അതിനെ അള്ളാഹു താല ഹറാമിൽ ചെലവാക്കാൻ വേണ്ടി അടിച്ചേൽപ്പിക്കും. അവന് ഇദാലം യുബാറക്ക് ബർക്കത്ത് കൊടുത്തിൽ ജഅലഹു, അവൻ അതിനെ ആക്കും ഫിൽ മാഇ വത്തീൻ, മണ്ണിലും വെള്ളത്തിലും. കെട്ടിടം പണിയാൻ വേണ്ടി ആക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. പിന്നെ നീ കെട്ടിടം പണിതോളാൻ പറയും അള്ളാഹു താല. 100 കോടിയുടെ കെട്ടിടം പണിയടാ, 50 കോടിയുടെ പണിയടാ, 5 കോടിയുടെ പണിയടാ, 50 ലക്ഷത്തിൻ്റെ കോടിയുടെ കെട്ടിടം പണിതോ, ഒരാൾക്കും കൊടുക്കരുത് എന്ന് അള്ളാഹു. ബർക്കത്ത് നഷ്ടപ്പെട്ടു പോയ ധനമുണ്ടായാൽ കെട്ടിടം പെരുകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ സമുദായത്തിൻ്റെ കയ്യിൽ നിന്ന് കെട്ടിടമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ബർക്കത്ത് പോയ ധനമേ ഉള്ളൂ, ഹറാം കലർന്ന ധനമേ ഉള്ളൂ. കെട്ടിടം, കെട്ടിടം, വീണ്ടും വീണ്ടും കെട്ടിടം, പിന്നെയും പിന്നെയും കെട്ടിടം. ഇതിലേക്ക് അള്ളാഹു നിന്നെ തള്ളിയിടും. ഒരു ഫലവുമില്ലാത്ത ഡെഡ് മണിയായി നിന്റെ ധനം മാറിപ്പോകും. ഒരു നയാ പൈസയ്ക്ക് പച്ചക്കരളുള്ള ഒരു ജീവിക്ക് നിന്റെ പണം പ്രയോജനപ്പെടുത്താൻ അള്ളാഹ് സമ്മതിക്കില്ല. നാളെ ഖബറിൽ കിടക്കുമ്പോൾ നിനക്ക് സുഖം തരുന്ന, സന്തോഷം തരുന്ന, ജീവിതത്തിൻ്റെ സായന്തനങ്ങളിൽ നിനക്ക് സമാധാനം തരുന്ന ഒന്നും നിന്നെ കൊണ്ട് അള്ളാഹ് ചെയ്യിക്കില്ല. അല്ല, നീ വിചാരിച്ച കാരണത്താലല്ല നിനക്കിപ്പോൾ ഈ ദുരന്തം വന്നത്. വല്ല തുക്രിമൂനൽ യതീം, യതീമിനെ കാണാത്തോണ്ടാ, അവന് റെസ്പെക്റ്റ് കൊടുക്കാത്തോണ്ടാ. വല തഹല്ലൂന അലാ തആമിൽ മിസ്കീൻ, മിസ്കീന്മാർക്ക് അന്നം കൊടുക്കുന്നതിൽ നീ നിനക്ക് പറ്റില്ലെങ്കിൽ പോലും നീ പ്രേരണ കൊടുക്കണമായിരുന്നത് ചെയ്യാത്തത് കൊണ്ടാണ്. വതഅക്കുലൂന തുറാസ അക്കലൽ ലമ്മ, നീ അനന്തര സ്വത്ത് ഒരു തിരിച്ചറിവുമില്ലാതെ, അതിൻ്റെ ഹലാൽ ഹറാം ഭേദം പരിഗണിക്കാതെ നീ വാരിക്കൂട്ടി തിന്നതുകൊണ്ടാണ്. തഅക്കുലൂന തുറാസ അക്കലൽ ലമ്മ. ഈ പാപങ്ങളിൽ ഈ സമുദായത്തിൽ നമ്മളിൽ ആരെല്ലാം പെട്ടുകിടപ്പുണ്ട് എന്ന് ആലോചിക്കാനാണ് ഈ സൂറ നമ്മളോട് പറയണത്. ഇത്രയും വലിയ ഉദാഹരണങ്ങളെ, ചരിത്രങ്ങളെ, പ്രകൃതി പ്രതിഭാസങ്ങളെ കൂട്ടുപിടിച്ച് ഇതിൻ്റെ എല്ലാം ഉടമസ്ഥനായ, ചരിത്രത്തെ നിയന്ത്രിക്കുന്ന, ചരിത്രത്തിലെ സാമ്രാട്ടുക്കളെ തകർത്തെറിഞ്ഞ, ദുർബലരെ, അടിച്ചമർത്തപ്പെട്ടവരെ ഉന്നതങ്ങളിൽ വാഴിച്ച ആ ചരിത്രങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് എടുത്തു പറയുന്ന റബ്ബ് തമ്പുരാൻ എന്നിട്ട് പറയുന്നത്, നിങ്ങൾ ചെയ്ത തെറ്റെന്ന് പറയുന്നത്. നമ്മളൊക്കെ പലരും പറയാറുണ്ട്, ഇന്നിപ്പോൾ നമുക്ക് എല്ലായിടത്തും ശത്രുവാണ്, നമ്മൾ ആരോടും ഒന്നും ചെയ്തില്ല എന്നിട്ട് നമ്മുടെ പുറകെ. അത് നമ്മളായതുകൊണ്ടാണ്, മുസ്ലിങ്ങളായതുകൊണ്ടാണെന്നാണ് പലരും വിചാരിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം അല്ലാതാകാൻ ഇനിയിപ്പോൾ നോക്കാം, അത് തന്നെ വഴി. നമ്മൾ നല്ലൊരു അള്ളാടെ ആളുകളും ആയതുകൊണ്ടായി പീഡനം മുഴുവൻ അനുഭവിക്കുന്നത്. ലോകത്ത് പീഡനം, രാജ്യത്ത് പീഡനം, എല്ലായിടത്തും പീഡനം, സർവത്ര പീഡനം. ഒരു തെറ്റും നീ ചെയ്തിട്ടില്ല. നിന്റെ വീക്ഷണത്തിൽ നീ ആരെയും കൊള്ളയടിച്ചില്ല, നീ ആരെയും കൊന്നില്ല, നീ ആരെയും വെറുപ്പ് പ്രചരിപ്പിച്ചില്ല, നീ സമുദായങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കില്ല. എന്നിട്ടും നിന്റെ ശത്രു എന്തുകൊണ്ടായി? ഇതെല്ലാം ചെയ്യുന്ന ആളുകൾ നിനക്കെതിരെ തിരിയുന്നു. നീ ചെയ്തതൊന്നും അങ്ങനല്ല. നീ കയ്യിലുള്ള മുഴുവൻ കൊടുക്കുക ചെയ്തത് അല്ലേ? നീ ആരെയും, കുറഞ്ഞ പക്ഷം നീ ആർക്കും കൊടുത്തില്ലെങ്കിലും ശരി, നീ ആരെയും ഉപദ്രവിച്ചില്ല. ഈ സമുദായം ആരെങ്കിലും ഉപദ്രവിച്ചോ? ഇന്ത്യയിൽ ഉപദ്രവിച്ചോ? ലോകത്ത് ഉപദ്രവിച്ചോ? കേരളത്തിൽ ഉപദ്രവിച്ചോ? എല്ലാവരും എന്താ എതിരായത്? നീ വിചാരിച്ചതല്ല നിന്റെ തെറ്റ്. നിന്റെ കയ്യിൽ കിട്ടിയ ധനത്തെ കൈകാര്യം ചെയ്യാൻ നിനക്ക് കഴിയാതെ പോയതാണ് അള്ളാഹു അഭിലഷിച്ച വഴിയിൽ എന്ന് പറയുകയാണ് ഈ സൂറത്ത്. അതുകൊണ്ട് ഇന്നിപ്പോ പണം പെരുകിയിട്ട്, ഹറാമ് കലർന്ന പണം, പലിശയ്ക്ക് കോടിക്കണക്കിന് രൂപ പലിശയ്ക്കെടുത്തിട്ട് കച്ചവടം നടത്തിയിട്ടുണ്ടാക്കിയ പണം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റണില്ല, ഒരു നന്മയും. നന്മകളൊക്കെ ചോർന്നു പോവുക ഈ സമുദായത്തിൻ്റെ. അതുകൊണ്ട് പണമല്ല പ്രശ്നം. പണത്തോട് ഇസ്ലാമിന് വിരോധമില്ല. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തനറതി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ്
ذَلِكَ مَتَاعُ الْحَيَاةِ الدُّنْيَا وَاللَّهُ عِندَهُ حُسْنُ الْمَآبِ. അള്ളാഹു പറയുകയാണ്, ഭാര്യമാർ, പുത്രന്മാർ, കൂമ്പാരമായി കൂട്ടിയ സ്വർണം, വെള്ളി, മേത്തരം, കുതിരകൾ, നാൽക്കാലി വർഗങ്ങൾ, കൃഷിയിടം എന്നിങ്ങനെ ഇഷ്ടപ്പെട്ട വസ്തുക്കളോടുള്ള പ്രേമം മനുഷ്യർക്ക് അലങ്കാരമാക്കി തോന്നിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനൊക്കെയുള്ള സ്നേഹം പ്രകൃതിജന്യമാണ്, അള്ളാഹു കൊടുത്തതാണ്. ഈ സ്നേഹമില്ലെങ്കിൽ നമ്മൾ പണമുണ്ടാക്കുമോ? നമ്മൾ തൊഴിൽ ചെയ്യുമോ? നമ്മൾ കച്ചവടം ചെയ്യുമോ? സാമ്പത്തിക രംഗത്ത് മുന്നോട്ട് പോകുമോ? ഈ സ്നേഹം അല്ല തന്നതാണ്. പണത്തോട് അത് വർദ്ധിപ്പിക്കാനുള്ള മോഹം അല്ല തന്നതാ. ഈ മോഹം ഉള്ളിലില്ലെങ്കിൽ ഇത് സുയ്യന അള്ളാഹു താല അലങ്കാരമാക്കി വെച്ചതാണ്. ലിന്നാസി, ജനങ്ങൾക്ക് ഹുബ്ബു ഷഹവാത്തി, ഈ കാമ്യ വസ്തുക്കളോടുള്ള സ്നേഹം. അള്ളാഹു എന്നിട്ട് പറയുകയാണ്, ദാലിക മത്താഉൽ ഹയാത്തി ദുനിയ, ഇതൊക്കെ ഇഹലോക ജീവിതത്തിലെ വിഭവങ്ങളാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അള്ളാഹുവിൻ്റെ അടുക്കലാണ് എത്തിച്ചേരാനുള്ള ഉത്തമ സങ്കേതം കിടക്കുന്നത്, അള്ളാഹുടെ അടുത്താണ്. അതുകൊണ്ട് നീ എന്ത് വേണം? നിന്റെ കയ്യിൽ കിട്ടിയത് കൊണ്ട് അള്ളാഹു പറയുന്നു, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ. ഖാറൂൻ എന്ന് പറയുന്ന വമ്പൻ മുതലാളി, വലിയ മുതലാളി, കാന മിൻ ഖൗമി മൂസ, അവൻ മൂസയുടെ ജനങ്ങളിൽപ്പെട്ട ആളായിരുന്നു. മൂസയുടെ ആ ജനതയിൽപ്പെട്ടയാളായിരുന്നു. ഫബഗ അലൈഹിം, പക്ഷെ അവൻ സമ്പന്നത അവൻ്റെ കയ്യിൽ വന്നപ്പോൾ ആ ജനങ്ങളോട് അതിക്രമം കാട്ടി. വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ, അവൻ്റെ ഖജനാവിൻ്റെ താക്കോൽ കൂട്ടങ്ങൾ ചുമക്കാൻ ശക്തരായ ഒരു സംഘം തന്നെ വേണമായിരുന്നു. 70ഓളം കുതിരകളുടെ പുറത്ത് വെച്ച് താക്കോലുകൾ ചുമന്നുകൊണ്ട് അവൻ നഗരപ്രദക്ഷിണം നടത്തുമായിരുന്നു, ആർഭാടം കാണിക്കാൻ. ഇദ് ഖാല ലഹു ഖൗമുഹു ലാ തഫറഹ്, അന്നവൻ്റെ ജനങ്ങളിലെ നല്ലവർ പറഞ്ഞു, ഏ ഖാറൂൻ, നീ നിഗളിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരീഹീൻ, തീർച്ചയായും നെഗളിക്കുന്നവരെ, പൊങ്ങച്ചം കാട്ടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ലെന്ന്. പക്ഷേ അവനത് വകവെച്ചില്ല. അവനോട് പറഞ്ഞു, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, നിനക്ക് അല്ലാഹു തന്നതുകൊണ്ട് പരലോകം വെട്ടിപ്പിടിക്കുമോനെ. ദുനിയാവിൽ നിനക്ക് അല്ലാഹു തന്നത് ആഖിറം നേടാനാണ്. വലാ തൻസ നസീബക മിനദ് ദുനിയ, ദുനിയാവിലുള്ള നിന്റെ വിഹിതം നീ മറക്കുകയും വേണ്ട. വഅഹ്സിൻ, നീ ഉപകാരം ചെയ്യുക. കമാ അഹ്സനല്ലാഹു ഇലൈക, അള്ളാഹു നിനക്ക് ഉപകാരം ചെയ്ത പോലെ അള്ളാഹ് നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു, അതുപോലെ നീ ഉപകാരം ചെയ്യുക. അള്ളാഹുവിൻ്റെ ദാസന്മാർക്ക് നിനക്ക് അള്ളാഹ് ഉപകാരമായി തന്നതല്ല ഇത്രയെല്ലാം, ഈ കോടാന കോടികൾ, 1000 കോടികൾ, 10,000 കോടികൾ കൊടുക്ക പാവങ്ങൾക്ക്, എന്നിട്ട് ആഖിറം അതിലൂടെ സ്വന്തമാക്ക്. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർള്, നീ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുതേ. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കുഴപ്പം സാമ്പത്തിക രംഗത്തെ ക്രമക്കേടാണ്. ഭൂമിയുടെ ഏറ്റവും വലിയ കുഴപ്പം ഓർത്തു വെച്ചോളൂ ഈ സമുദായം. സാമ്പത്തിക രംഗത്തെ അനാഥയുടെ, അഗതിയുടെ, അനന്തരാവകാശിയുടെ അവകാശം സ്വന്തം പോക്കറ്റിലാക്കുന്നതിനേക്കാളും വലിയ ക്രമക്കേട്, കൊലപാതകത്തെക്കാൾ വലിയ ക്രമക്കേടാണത്, അക്രമ പ്രവർത്തനങ്ങളെക്കാൾ വലിയ ക്രമക്കേടാണത്. അതുകൊണ്ടാണ് അന്ത്യനാൾ വരിക, ഖിയാമത്ത് നാൾ വരുന്നതിനെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഇദത്തുഖിദൽ ഫൈഉ ദിവല, പൊതുമുതൽ അഴിമതി വ്യാപിച്ചാൽ, വൽ അമാനത്തു മഗ്റമ, സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട സ്വത്ത് സ്വന്തം മുതൽ പോലെ ഉപയോഗിക്കുന്ന കാലം വന്നാൽ, വസ്സക്കാത്തു മഗ്റമ, സക്കാത്ത് കെട്ടിക്കിടക്കുന്ന കാലം, കൊടുത്തു തീർക്കാതെ വന്നാൽ, കൊടുക്കാത്ത സക്കാത്ത് ഓരോരുത്തൻ്റെയും ലോക്കറുകളിൽ കിടക്കുകയാണ്, ഖജനാവുകളിൽ പൊട്ടിക്കെട്ടിക്കിടന്നാൽ, 3 സാമ്പത്തിക കാര്യം. ഫർത്തഖിബു, പറഞ്ഞു വന്നിട്ട് പറയുക, ഫർത്തഖിബു ഇൻദദാലിക റീഹൻ ഹംറ, തീക്കാറ്റ് സൂക്ഷിച്ചോ, സൽസലത്തൻ, ഭൂകമ്പം സൂക്ഷിച്ചോ, ഹസുവൻ, ഭൂമി വിണ്ടുകീറി മലയിടിച്ചിലുകൾ, മണ്ണിടിച്ചിലുകൾ ഉണ്ടാകുന്നത് സൂക്ഷിച്ചോ, വമസ്ഖ, ആള് തന്നെ കോലം മാറിപ്പോകുന്ന നാളുകൾ ആഗതമാകുന്നതിന് ഭയന്നോ. അന്ത്യനാളിൻ്റെ സൂചനകൾ നൽകി പറയുക. തുടങ്ങുന്നത് 3 സാമ്പത്തിക ക്രമക്കേടാണ്. സാമ്പത്തിക ക്രമക്കേട് നടത്തിയവനെ അല്ലാഹു വിടില്ല. സഹോദരങ്ങളെ സൂക്ഷിക്കണം. ധനമല്ല പ്രശ്നം, ധനം നല്ലതാണ്. ധനത്തെക്കുറിച്ച് അള്ളാഹു സ്നേഹമിട്ട് തന്നിരിക്കുകയാണ്. അത് പ്രകൃതിജന്യമാണ്. ഇതില്ലെങ്കിൽ തൊഴിൽ ചെയ്യില്ലല്ലോ, കച്ചവടം ചെയ്യില്ലല്ലോ. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, കസ്ബുൽ ഹലാലി ഫരീളത്തും ബഅദൽ ഫരീള, ഹലാലായ സമ്പാദ്യം നേടിയെടുക്കുക എന്നത് ഫർളായ ഇബാദത്തുകൾക്ക് ശേഷമുള്ള 2ാമത്തെ ഫർള് തന്നെയാണ്. ഹലാലിന് വേണ്ടി പണിയെടുക്കുന്നത് ഫർളാണ്, പുണ്യമാണെന്ന് റസൂലുള്ളാഹി പറയുകയുണ്ടായി. അതുകൊണ്ട് തീരെ മഹബത്തില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ പറ്റില്ല. അതുകൊണ്ട് അള്ളാഹു ആ സ്നേഹം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ വെറുപ്പ്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത എന്താ? ഹുബ്ബൻ ജമ്മ, ധന ആർത്തിയാണ്. ധനത്തോട് എത്ര കിട്ടിയാലും മതിയാകാത്ത ആർത്തി. ഇന്ന് അഴിമതി നടത്തുന്ന അധികാരി കയ്യിൽ ധനമില്ലാത്തവനാണോ?
പാകിസ്ഥാനിൽ ഒരു സ്റ്റേറ്റ് സ്വന്തമാണ്. പ്രധാനമന്ത്രിയായിരുന്ന ആൾ അവസാനം അഴിമതിക്ക് പിടിക്കപ്പെട്ട് ദുബൈയിൽ പോയി 8 വർഷം താമസിച്ച ആൾ. പഞ്ചാബ് സ്റ്റേറ്റ് സ്വന്തമാണ്. അപ്പുറത്ത് സിന്ധ് സ്വന്തമാണ് വേറൊരുത്തിന്. ഇങ്ങനെ മുതലാളിയായതുകൊണ്ട് അഴിമതി നടത്തില്ലെന്നാരും കരുതണ്ട. ഇല്ലായ്മക്കാരനല്ല, ഉള്ളവനാണ് അധികവും അഴിമതി നടത്തുന്നത്. കാരണം എന്താണ്? ഹുബ്ബൻ ജമ്മ, ധനത്തോടുള്ള ആർത്തി കയറിയാൽ മതി. ഈ ലോകത്തെ ഏറ്റവും വലിയ അപകടമാ. ഞാൻ ഓർക്കുമായിരുന്നു, ഒരു സ്റ്റേറ്റുകൾ തന്നെ എത്രയായിരം കോടികളാണ് ആസ്തി എന്ന് പറയാൻ പോലും കഴിയാത്ത വ്യക്തികൾ അഴിമതി നടത്തിയ കാരണത്താൽ നാട്ടിൽ നിൽക്കക്കള്ളിയില്ലാതെ പതിറ്റാണ്ടോളം പോയി വിദേശ രാജ്യത്ത് താമസിക്കേണ്ടി വരിക. ഇത്തരത്തിലുള്ള അഴിമതിക്കാരാണ് അപ്പുറത്തും ഇപ്പുറത്തും മുസ്ലിം രാജ്യങ്ങളിൽ പോലും. ധനം കുഴപ്പമല്ല, പക്ഷെ ധനാർത്തി മനുഷ്യൻ്റെ ഏറ്റവും വലിയ രോഗമാണ്. ധനാർത്തി എന്ന് ഓർക്കണം. ആർത്തി വേണ്ട. ധനം എത്രയോ ഉണ്ടായിക്കൊള്ളട്ടെ. ധനമുള്ള മഹാന്മാരുണ്ട്. അബൂബക്കറിന് ധനമുണ്ടായിരുന്നു, ഉസ്മാന് ധനമുണ്ടായിരുന്നു. എല്ലാ മഹത്തുക്കൾക്കും മുഹീദ്ദീൻ ഷെയ്ഖ് വലിയ കപ്പലുകളിൽ തൻ്റെ ചരക്കുകൾ വരുമായിരുന്ന വലിയ സമ്പന്നനായിരുന്നു മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ല. അവരാരും ഇന്നലില്ലാഹി ഇബാദൻ ഫുത്തന, തീർച്ചയായും അള്ളാഹുവിന് ചില ബുദ്ധിമാന്മാരായ അടിമകൾ ഈ ഭൂമിയിൽ ജീവിച്ചു കടന്നു പോകുന്നുണ്ട്. ദുനിയാവിനെ അവർ മൊഴി ചൊല്ലിയിരിക്കുകയാണ്. ഈ ദുനിയാവ് കൈവശം വരുന്നതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന അപകടങ്ങളെ അവർ ഭയപ്പെട്ടിട്ട് ദുനിയാവിനെ അവർ വേണ്ടെന്ന് വെച്ചിരിക്കുക. പക്ഷെ ദുനിയാവ് അവരെ തേടി വരികയാണ്, അവരുടെ കാൽക്കൽ കുമിഞ്ഞുകൂടുകയാണ്. വേണ്ടെന്ന് വെക്കുന്നവൻ്റെ പുറകിൽ കുമിഞ്ഞുകൂടുന്നതാണ്. നിസ്സാരമായി നിന്ദ്യമായി കുമിഞ്ഞുകൂടുന്നതിൻ്റെ പേരാണ് ധനം. സംശയം വേണ്ട, ഒന്ന് ഒഴിവാക്കാൻ പഠിക്കണം, അപ്പോൾ നമ്മെ തേടി വരുന്നത് കാണാം. അതാണ് ധനം. ദുനിയാവ് അങ്ങനെയാണ്. തല്ലഖു ദുനിയ വഖാഫുൽ ഫിത്തന ജഅലുഹാ ലുജ്ജതൻ വതഖൂ നളറു ഫീഹാ. അവർ ഈ ദുനിയാവിനെ നിരീക്ഷിച്ചപ്പോൾ ഫലമ്മ അലിമു, അവരറിഞ്ഞു, കണ്ടെത്തി, അന്നഹാ ലൈസത്തിൽ ഹയ്യും വത്തന, നിത്യജീവിതത്തിൻ്റെ നാടല്ലിതെന്ന്. ഇവിടെ നിത്യജീവിതം ഇല്ലല്ലോ. എത്ര ഉണ്ടായിട്ടെന്താ കാര്യം? ആകാശത്ത് പറന്നു വരുന്ന വലിയ മുതലാളി ഹെലികോപ്റ്റർ കുമിഞ്ഞ് താഴോട്ട് മൂക്ക് കുത്തുമ്പോൾ അള്ളാഹു കാത്തില്ലെങ്കിൽ, ആ മുതലാളി പറഞ്ഞല്ലോ, നല്ലൊരു വർത്താനം പറഞ്ഞു. വിദഗ്ധനായ ഡ്രൈവറല്ലേ രക്ഷിച്ചത്. ആദ്യമൊക്കെ ഡ്രൈവറുടെ വീരസ്യമായിരുന്നു മാധ്യമങ്ങളെല്ലാം. അപ്പോൾ പറഞ്ഞു, ഡ്രൈവർ എങ്ങനെ രക്ഷിക്കാൻ, പൈലറ്റ് എങ്ങനെ രക്ഷിക്കാൻ? അയാൾ ഞങ്ങൾക്കൊരു മാർഗനിർദ്ദേശം പോലും തരാൻ സമയം കിട്ടിയില്ലോ, ചിന്തിക്കാൻ പോലും അയാൾക്ക് സമയം കിട്ടിയില്ല. ദൈവമാണ്, പടച്ചവനാണ് രക്ഷിച്ചതെന്ന്. അതാ തിരിച്ചറിവാണ്. അള്ളാഹു തിരിച്ചറിവാണ് നൽകേണ്ടത്. 10,000 കോടികൾ കയ്യിലുണ്ടായിട്ട് കാര്യമില്ല. രക്ഷിക്കേണ്ടത് അള്ളാഹുവാണ്. ആ കൂപ്പുകുത്തലിൽ എങ്ങാനും അവസാനിച്ചുവെങ്കിൽ കോടികൾ എന്തിന്? ഇത് തിരിച്ചറിയുകയാണ്. ഇത് ഏറെക്കാലം ജീവിക്കുന്ന ലോകമല്ലെന്ന് ബുദ്ധിമാന്മാർ അറിഞ്ഞാൽ ജഅലുഹാ ലുജ്ജതൻ, ഈ ദുനിയാവിനെ അവർ സമുദ്രമായിട്ടാണ് കാണുന്നത്, സംസാര സാഗരം. വത്തഖദു സാലിഹൽ അഅമാലി ഫീഹാ സുഫുന, ഈ സമുദ്രയാത്ര ചെയ്ത് മറുകര പറ്റാൻ സാലിഹുൽ അമാൽ, സുഹൃതങ്ങളെയാണ് അവർ കപ്പലായി കാണുന്നത്. സുഹൃതങ്ങളുടെ കപ്പലിലേറിയാണ് അവർ ഈ സംസാര സാഗരം താണ്ടുന്നത്. സഹോദരങ്ങളെ, ലോകപ്രസിദ്ധനായ താത്വികനായിരുന്നു അല്ലാമ റൂമി. അദ്ദേഹം പറയുകയുണ്ടായി, ആബ് അന്തർ സേറ കഷ്തി മുഷ്തി പുഷ്തിയസ്ത് ആബ് ദർ കഷ്തി ഹലാക്കെ കുഷ്തിയസ്ത്. ഇത് തന്നെ, വെള്ളം കപ്പലിന് ചുറ്റുമുണ്ടെങ്കിലേ കപ്പൽ സഞ്ചരിക്കുകയുള്ളൂ. വെള്ളമില്ലാത്തടത്ത് കപ്പൽ ഇറങ്ങുകയില്ല. വെള്ളമില്ലാത്തടത്ത് കപ്പൽ ഇറങ്ങുകയില്ല. കപ്പലിൻ്റെ മുമ്പിലും പിമ്പിലും ഇടത്തും വലത്തുമെല്ലാം വെള്ളമാകാം. പക്ഷേ ആബ് ദർ കഷ്തി ഹലാക്കെ കുഷ്തിയസ്ത്. ആബ് കപ്പലിൻ്റെ ഉള്ളിൽ, ആബ് വെള്ളം, അത് കഷ്തി കപ്പലിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ പോയി, കപ്പൽ തീർന്നു. പുറത്ത് നിൽക്കുന്നത് നല്ലതാ, അതെങ്ങടെങ്കിലും ഓടുള്ളൂ. മുസ്ലിം എന്ന് പറയുന്നത് ഈ ലോകത്തൊരു കപ്പലാണ്. അവൻ്റെ ധനം വെള്ളവുമാണ്. അവൻ്റെ ഉള്ളിലേക്ക് അത് ഇരച്ച് കയറരുത്. ഉള്ളിൽ കയറിയാൽ 10,000 കോടിയുണ്ടെങ്കിലും 10 കാശ് നല്ലതിന് ചെലവാക്കാൻ പറ്റില്ല. അനാഥനെ കാണില്ല, അഗതിയെ കാണില്ല, അവകാശിക്ക് കൊടുക്കില്ല, വെട്ടിപ്പിടിക്കും. വാരിക്കൂട്ടലാണ്. ആർത്തിയാണ് പ്രശ്നം. ആർത്തി പ്രശ്നമായാൽ പ്രിയപ്പെട്ടവരെ, നിത്യജീവിതം അത് നഷ്ടപ്പെടുത്തും. അങ്ങനെയുള്ള നിത്യജീവിതം നഷ്ടപ്പെടുത്തുന്ന ധനം
നഷ്ടം മാത്രമാണെന്ന് ഓർക്കണം. ഇഅ്മലി ദുനിയാക ബിഖദ്രി ബഖായിക ഫീഹാ, ദുനിയാവിന് വേണ്ടി നീ നെട്ടോട്ടമോടുന്നത് ദുനിയാവിൽ എത്ര ജീവിക്കുമോ അത്രയുമാകണം. വഅ്മലി ആഖിറതിക ബിഖദ്രി ബഖായിക ഫീഹാ, ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്നത് ആഖിറത്തിൽ എത്ര ജീവിക്കുമോ അത്രയും വേണം. വേണ്ടതല്ലേ? അതല്ലേ ന്യായം? അതല്ലേ ബുദ്ധി? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത് അതാണ്. അതുകൊണ്ട് ഒരു സമ്പന്നതയും സ്ഥായിയായിരുന്നില്ല, ഒരു ദാരിദ്ര്യവും സ്ഥായിയല്ല. അതുകൊണ്ട് നീ ദരിദ്രനായെന്ന് സമ്പന്നനായിരുന്നതിന് ശേഷം ദരിദ്രനായപ്പോൾ വിലപിക്കുന്ന മനുഷ്യ, കയ്യിൽ കാശുണ്ടായിരുന്നപ്പോൾ ചെയ്യേണ്ടത് ചെയ്തുവോ? ഏതെങ്കിലും ഒരു സമ്പന്നനോട് പിന്നെ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ വിലപിക്കുന്ന ഒരാളോട് നല്ല സമയത്ത് നീ വേണ്ടത് ചെയ്തോ എന്ന് ചോദിക്കുക. 3-4 ചാർജ് ഷീറ്റിൽ 3-4 കുറ്റപത്രങ്ങളാണ് ഉള്ളത്. അഗതി, അനാഥൻ, അവകാശി, അതുപോലെ തന്നെ ധനാർത്ഥി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ ധന ആർത്തിയിൽ നിന്ന് മോചനം. ഇതിലും വലിയ ഒരു രോഗം ഭൂമി, ക്യാൻസർ പോലും ധനാർത്ഥിയേക്കാളും വലിയ രോഗമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ഹുബ്ബുദ് ദുനിയ റഅസു കുല്ലി ഖത്തിഅ, എല്ലാ പാപവും ഭൗതിക പ്രേമം, ദുനിയാവിനോടുള്ള ആർത്തി ഉണ്ടായാൽ എല്ലാ പാപവും ചെയ്യാൻ അത് മതി. മുഴുവൻ പാപവും അവൻ ചെയ്യും. അഴിമതി നടത്തും, കള്ള് കച്ചവടം നടത്തും, പെണ്ണ് കച്ചവടം നടത്തും, എല്ലാ വൃത്തികേടും ചെയ്യും, കൊലപാതകം നടത്തും. ദുനിയാവിനോടൊരാർത്തി വന്നു പോയാൽ എല്ലാ പാപവും ചെയ്യാൻ അത് മതി. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വരുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാദിബാനി ജാഇആൻ, വിശന്നു വലഞ്ഞ 2 ചെന്നായ്ക്കളല്ല, ഉറുസില ഫി ഗനമിൻ, ഒരാട്ടിൻപറ്റത്തിലേക്ക് അതിനെ അഴിച്ചുവിട്ട 2 ചെന്നായ്ക്കൾ, അല്ല ബി അഫ്സദ, കൂടുതൽ അപകടമുണ്ടാക്കുന്നതല്ല, ലഹ, ആട്ടിൻപറ്റങ്ങൾക്ക്, മിൻ ഹിർസിൽ മർഇ, ഒരു മനുഷ്യൻ്റെ ആർത്തിയെ പോലെ, അലൽ മാലി, ധനത്തോടും, വഷറഫി, സ്ഥാനത്തോടും, ഫി ദീനിഹി, തൻ്റെ ദീനിന്, ധനത്തോടും സ്ഥാനത്തോടും ഒരു മനുഷ്യനുണ്ടാകുന്ന ആർത്തി അവൻ്റെ ദീനിനുണ്ടാക്കുന്ന നഷ്ടത്തേക്കാൾ വലുതല്ല. വിശന്നു വലഞ്ഞ ചെന്നായ്ക്കളെ ഒരു ആട്ടിൻപറ്റത്തിലേക്ക് അയച്ചുവിട്ടാൽ ആ ആട്ടിൻ കൂട്ടത്തിന് ആ ചെന്നായ ഉണ്ടാക്കുന്ന ദുരന്തമെന്ന് മുഹമ്മദ് മുസ്തഫ. എത്ര വലിയ ഹദീസാണ്! അതുകൊണ്ടല്ലേ ധനാർത്ഥിയും സ്ഥാനാർത്ഥിയും രണ്ടും ചേരുമ്പോൾ സ്ഥാനം ആർത്തിക്കുകയാണ്, അത് പരസ്യമായി പറയുകയാണ്. സ്ഥാനാർത്ഥി, ധനാർത്ഥി, ഈ 2 ആർത്തിയും വരുമ്പോൾ അള്ളാഹു ഹറാമാക്കിയത് ഹലാലാക്കും. പള്ളി ദേശീയ സ്മാരകമാണെന്ന് പറയും, പള്ളി പൊളിച്ചാൽ വഖഫല്ല എന്ന് പറയും. ദീനിനെ അങ്ങനെ പൊളിച്ചെടുക്കും. കാരണം സ്ഥാനം മുന്നിൽ കാണുകയാണ്. ധനത്തോടുള്ള ആർത്തി മനസ്സിൽ കുമിഞ്ഞുകൂടി നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ദീനിനെ വലിച്ചെറിയാൻ ഒരു മടിയും ഉണ്ടാവില്ല. ഒരു സ്ഥാനാർത്ഥിക്കും ദീനില്ല, ഒരു ധനാർത്ഥിക്കും ദീനില്ല. എപ്പോഴേ അവൻ്റെ ദീൻ പൊളിഞ്ഞു കഴിഞ്ഞു, എപ്പോഴേ അവൻ്റെ പരിശുദ്ധ ഇസ്ലാം അവൻ വലിച്ചെറിഞ്ഞു കഴിഞ്ഞു. ധനമാണ് മുമ്പിൽ, സ്ഥാനമാണ് മുമ്പിൽ. അള്ളാഹു കാക്കട്ടെ. ഇതാണ് സൂറത്തുൽ ഫജ്ർ നൽകുന്ന സന്ദേശം. അള്ളാഹു ഈ ഉമ്മത്തിന് തിരിച്ചറിവ് നൽകിയാൽ അതിനു വേണ്ടിയാണിത്. അതിനാണ് അള്ളാഹു താല പ്രകൃതി പ്രതിഭാസങ്ങൾ കൂട്ടുപിടിച്ചത്. അതിനാണ് അള്ളാഹു താല ചരിത്രത്തിൻ്റെ ആദ്, സമൂദ്, ഇറം, ഫിറഔൻ, ഫറോവ സാമ്രാജ്യത്വങ്ങളുടെ കഥകൾ പറഞ്ഞു തന്നത്. പുതിയ കഥകൾ ഞാൻ പറയാത്തതാണ്. ഞാനൊരു 100 പേരെ ചാർട്ട് ചെയ്ത് തരാം. പക്ഷെ പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ പ്രയാസം തോന്നും, കേൾക്കുന്ന ആളുകൾക്ക് പിന്നെയും പ്രയാസം തോന്നും. ഈ പറയണ ചിലപ്പോൾ പുറത്തോട്ട് പോകും. അതുകൊണ്ട് പറയാത്തതാണ്. ഇതുപോലെ എണ്ണിപ്പറയാവുന്ന വ്യക്തികളെ, പ്രസ്ഥാനങ്ങളെ, സംഘടനകളെ അള്ളാഹു നമുക്ക് തിരിച്ചറിവ് തരട്ടെ. അള്ളാഹു ആണിത് പറയുന്നത്. താക്കീത് ഉൾക്കൊള്ളുക. തിരിച്ചുവരവിൻ്റെ പാത അതാണ്. നിന്ദ്യത തുടച്ചു നീക്കാനുള്ള വഴി അതാണ്. ഇസ്സത്തിലേക്ക് മടങ്ങാനുള്ള പോംവഴിയും അതുതന്നെയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അവൻ്റെ പരിശുദ്ധ ദീനിൽ അള്ളാഹു പറഞ്ഞത് സത്യമാണെന്ന് അനുഭവം വരും മുമ്പേ തിരിച്ചറിഞ്ഞ് അള്ളാഹുവിൻ്റെ വാക്കിൽ വിശ്വാസം അർപ്പിച്ച്, സഹോദരങ്ങളെ, പണത്തെ ഹറാമിന് വേണ്ടിയുള്ള പണമുണ്ടാക്കാതിരിക്കുകയാണ് ശരിയായ പണസ്നേഹത്തിൻ്റെ അടയാളം. അത് നമുക്ക് ഉണ്ടാകണം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഇന്നിപ്പോൾ അമേരിക്കയിൽ ഒരു 10,000 ലക്ഷത്തോളം തൊഴിലാളികളുള്ള വലിയ ഒരു കമ്പനിയുടെ സിഇഒയുടെ തൊട്ട് താഴെ ജോലി ചെയ്യുക. ആ ചെറുപ്പക്കാരൻ ആദ്യം ജോലി കിട്ടിയത് ജപ്പാനിലാണ്. പക്ഷേ അയാളുടെ പേര് കണ്ടപ്പോൾ അദ്ദേഹം എലിജിബിളാണെന്ന് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, പാർട്ടികൾ വരുമ്പോൾ അവർക്ക് വേണ്ടി മറ്റേ ഇതുണ്ടല്ലോ, ഈ കള്ള് പരിപാടികളിൽ ഒന്ന് പങ്കെടുക്കേണ്ടി വരും, അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന്. അദ്ദേഹം സെലക്റ്റഡായി എന്നറിഞ്ഞപ്പോൾ നല്ലവനായ തൻ്റെ പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, വാപ്പ ഇങ്ങനെ ഒരു സെലക്ഷൻ വന്നു, അത് എന്ത് ചെയ്തു, നീ എന്ത് തീരുമാനിച്ചു? വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ച് കഴിഞ്ഞു, വേണ്ടെന്ന് തീരുമാനിച്ച് കഴിഞ്ഞു. വലിയ ജോലിയാണ്, വലിയ ജോലി.
പക്ഷേ ഇന്ന് അൽഹംദുലില്ലാ അമേരിക്കയിൽ ഉന്നതമായ ജോലിയിൽ അദ്ദേഹം ഇരിക്കുകയാണ്. അവിടുത്തെ വലിയ ഇസ്ലാമിക് കേരളീയ സമൂഹത്തിൻ്റെ പള്ളിയുടെ ട്രഷററായി വർത്തിക്കുകയാണ്. അവിടെ വെച്ച് മകൻ ഹാഫിളായി, അവിടുത്തെ എപ്പിക് മസ്ജിദിൽ ഇമാമായി. അള്ളാഹു കൊടുക്കുന്ന തൗഫീഖുകൾ. ഒരു ഹറാമിൻ്റെ പേരിലൊന്ന് ഉപേക്ഷിച്ചപ്പോൾ ഹറാം ജീവിക്കില്ല, നിലനിൽക്കില്ല. ഹറാമിനെ വലിച്ചെറിയുന്നവനെ അള്ളാഹു ഇസ്സത്തിലേക്ക് ഉയർത്തുമെന്നതിന് എത്ര ഉദാഹരണങ്ങൾ. ഇന്നലെ തന്നെ ഒരു സംഭവം, സ്വർണത്തിന് വേണ്ടിയിട്ട് അഡ്വാൻസ് കൊടുത്തതാണ്. 3 മാസം കസ്റ്റഡിയിൽ വെച്ചാൽ വാങ്ങിച്ച സ്വർണ്ണം, അഡ്വാൻസ് കൊടുത്ത് വാങ്ങിച്ച സ്വർണ്ണം 3 മാസം കസ്റ്റഡിയിൽ വെച്ചാൽ പണിക്കൂലി തീർത്തു കൊടുക്കും. പണിക്കൂലി വേണ്ട. പക്ഷേ അത് നിഷിദ്ധമാണെന്ന് ഇന്നലെ അറിഞ്ഞ മാത്രയിൽ തന്നെ 10,000 പണിക്കൂലി കൊടുത്ത് കയ്യോടെ എടുത്തോളാൻ പറയുകയാണ് ഒരു സുഹൃത്ത്. 10,000 പണിക്കൂലി കൊടുത്തിട്ട്. അപ്പോൾ കടക്കാരൻ പറയുകയാണ് 1 മാസത്തോടെ 2 മാസമായി 1 മാസത്തോടെ കാത്തിരുന്ന പണിക്കൂലി ഇല്ലാതെ വെറുതെ തരാം, ലക്ഷത്തോളം വരും. വേണ്ട, ഇപ്പം തന്നെ വേണം. പണിക്കൂലി തരാൻ തയ്യാറാണ്. ഇതാണ് ഈമാൻ, അള്ളാഹുവിലുള്ള ഈമാൻ. ആർക്കുണ്ടിതെന്ന് ആലോചിക്കുക. അള്ളാഹു നമുക്കൊക്കെ തരട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത്, അള്ളാഹു ഏറ്റവും വലിയ കുറ്റകൃത്യമായി നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് സാമ്പത്തിക രംഗത്ത് നമുക്ക് അള്ളാഹു തന്നു പരീക്ഷിച്ചപ്പോൾ തോറ്റുപോകുന്നതാണ്. അങ്ങനെ വന്നാൽ പിന്നീടുണ്ടാകുന്നത് ദുരന്തങ്ങളാണെന്നാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും പരിരക്ഷിക്കുമാറാകട്ടെ. ഈമാനികമായ പശ്ചാത്തലത്തിൽ അതിൻ്റെ വൃത്തത്തിൽ ഒതുങ്ങി തഖ്വയോടെ ജീവിച്ച് അള്ളാഹുവിൽ നിന്നുള്ള സ്നേഹവും സഹായവും ഏറ്റുവാങ്ങാൻ അള്ളാഹു നമുക്ക് അർഹത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.